കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാൻ നടത്തിയ നീക്കം പാളിയതിനെ തുടർന്ന് ഹൈക്കമാൻഡ് നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും തലയൂരാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. പുതിയ ബലിയാടുകളെ സൃഷ്ടിച്ച് പ്രതിസന്ധി അവരുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് രാഹുലിന്റെ നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സുധാകരനെതിരായ ഏകപക്ഷീയ റിപ്പോർട്ടും പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ജാഗ്രതയില്ലായ്മയുമാണ് പ്രശ്നം വഷളാക്കിയതെന്നാണ് രാഹുലിന്റെ വിലയിരുത്തൽ. സുധാകരന്റെ അനാരോഗ്യത്തിൽ ഊന്നൽ നൽകി തയ്യാറാക്കിയ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും സുധാകരപക്ഷം ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദീപാദാസിനെ കേരളത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റണമെന്നും സുധാകരൻ ഇന്നലെ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ അനാരോഗ്യം ആരോപിച്ച് മൂലക്കിരുത്താൻ സംസ്ഥാനത്തെ ഒരു ഗ്രൂപ്പ് ശ്രമിക്കുന്നുവെന്ന ആരോപണവും സുധാകരൻ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിലും യു.ഡി.എഫിലും വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഹൈക്കമാൻഡിന് ഇന്നലെ കത്ത് നൽകി. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുന്നതിൽ പോലും തന്ത്രപരമായ വീഴ്ചയും ബുദ്ധിമോശവും കാട്ടിയ ഹൈക്കമാൻഡ് സുധാകരന് പകരം മുന്നോട്ട് വെച്ച ആന്റോ ആന്റണിയും സണ്ണി ജോസഫും ഒരു മണ്ഡലത്തിലെ വിജയം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത നേതാക്കളാണെന്നും ഘടകകക്ഷികളിൽ അറിയിച്ചിട്ടുണ്ട്. പകരം വെച്ച നേതാക്കളുടെ തട്ടകങ്ങളായ കണ്ണൂർ കോട്ടയം ജില്ലകളിലെ DCCകൾ ഇവരെ സുധാകരന്റെ പിൻഗാമികളാക്കുന്നത് ആപത്താണെന്നും ഇന്നലെ ഹൈക്കമാൻഡിനെ അറിയിച്ചു. രാഹുൽ ഗാന്ധി നേരിട്ടും അല്ലാതെയും 100ഓളം കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചകളിൽ സണ്ണി ജോസഫിനെയോ ആന്റോ ആന്റണിയെയോ പിന്തുണയ്ക്കുന്നവർ ഒരു കൈവിരലുകൾ തികയ്ക്കാൻ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന. കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസും KSUവും സുധാകരൻ നേതൃത്വത്തിൽ പിന്നാലെ ഉറച്ചു നിൽക്കുന്നുവെന്നതിന്റെ ശക്തമായ സൂചനയാണ് നേതൃമാറ്റത്തിനെതിരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും ചുവരെഴുത്തുകളും.